നമസ്കാരം. അഴിമതിക്കെതിരെ കുരിശുദ്ധവുമായിട്ടാണ് കെജ്രിവാൾ രംഗത്ത് വന്നത്. അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് ഗാന്ധിയൻ മാർഗവുമായി വന്നതാളാണെങ്കിലും പിന്നീട് അദ്ദേഹം സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി ഭരണം പിടിച്ചെടുത്തു. അങ്ങനെ അദ്ദേഹം അധികാരത്തിലെത്തി. പിന്നീട് അദ്ദേഹത്തെ മദ്യ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അറസ്റ്റിലായി. അദ്ദേഹം കുറേ ദിവസം ജയിലിൽ കിടന്നു. അങ്ങനെ അവസാനം പുറത്തിറങ്ങി. അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് അന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ജാമ്യം കൊടുത്തത്. ഇപ്പോഴിതാ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കോടതി തന്നെ വിധിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ യാതൊരു തെളിവുമില്ലാതെയാണ് അദ്ദേഹം കേസിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിനൊരു ചരിത്രമുണ്ട്. അദ്ദേഹം അഴിമതിക്കെതിരെ യുദ്ധം ചെയ്തിട്ടാണ് വന്നതെങ്കിലും അദ്ദേഹം അഴിമതിയുടെ വലിയ കുളത്തിലാണ് വീണ് കിടന്നിരുന്നത്. അദ്ദേഹം കുഴിച്ച കുഴിയിൽ തന്നെയാണ് അദ്ദേഹം വീണത് എന്നാണ് ശ്രീ രാജശേഖർ നായർ പറയുന്നു. അദ്ദേഹം പ്രഗത്ഭനായ കേരളത്തിലെ പത്രപ്രവർത്തകനാണ്. നമുക്കറിയാം, അദ്ദേഹം മേഘ്ന പബ്ലിക്കേഷൻ്റെ കേരള കറസ്പോണ്ടൻ്റ് ആയിരുന്നു. കെജ്രിവാളിൻ്റെ ചരിത്രം എന്ത്? കെജ്രിവാൾ ആരായിരുന്നു? എങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നു? എങ്ങനെ ഈ കേസിൽ പെട്ടു? എങ്ങനെ ജയിലിൽ പോയി? അതിനെക്കുറിച്ച് വിശദമായുള്ള ഇൻ്റർവ്യൂ ആണ്, അഭിമുഖമാണ് അദ്ദേഹമായി ഫോണിലൂടെ നടത്തി. നമുക്കത് കേൾക്കാം. നമസ്കാരം. നമസ്തേ. ദില്ലി മദ്യ കേസിൽ ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയായ കെജ്രിവാളിനെ ഒഴിവാക്കിയിരിക്കുകയാണ്. നേരത്തെ മനീഷ് സിസോദിയെയും ഒഴിവാക്കിയിരുന്നു. CBI എടുത്ത ഈ കേസിലാണ് ഇരുവരെയും ഒഴിവാക്കിയത്. കഴിഞ്ഞ ഇലക്ഷനിൽ ആം ആദ്മി തോൽക്കാൻ കാരണമുണ്ടായ കേസാണ് ഈ സംഭവം. ഇപ്പോൾ അദ്ദേഹം കുറെ കാലം ജയിലിൽ കിടന്നു. അദ്ദേഹം ആ രൂപത്തിൽ അദ്ദേഹത്തെ എല്ലാ തരത്തിലും വേട്ടയാടി. ഇപ്പോൾ പറയുന്നത് അദ്ദേഹം കുറ്റക്കാരനല്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കെജ്രിവാൾ പത്രക്കാരെ നേരിട്ടത്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഇപ്പൊ ദില്ലിയിലെ റോസ് അവന്യൂ കോടതിയിലാണ് അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ തുടങ്ങി 21 പേർക്കെതിരെ CBI എടുത്ത 2021 ലിക്കർ പോളിസിയുമായി ബന്ധപ്പെട്ട കേസാണ് തെളിവുകളില്ല എന്ന കാരണത്താൽ തള്ളിയത്. ഇപ്പൊ കോടതിയുടെ ഉത്തരവിന്റെ ഭാഗം ഇതാണ്, ഞാൻ കോട്ട് ചെയ്യണത്. The charges leveled by the CBI lack merit. No criminal conspiracy could be established and the prosecution was unable to prove the case എന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഇത് 2021 ലിക്കർ പോളിസിയുമായി ബന്ധപ്പെട്ട 2 കേസുകളാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെ എടുത്തത്. ഒന്ന്, അഴിമതിയുടെ പ്രശ്നത്തിൽ CBI എടുത്ത കേസ്. 2, കള്ളപ്പണം വെളുപ്പിക്കലിനെതിരായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തത് PMLA ആക്ട് അനുസരിച്ച്. CBI എടുത്ത കേസിന്റെ ഓഫ് ഷൂട്ടാണ് വാസ്തവത്തിൽ ED എടുത്ത കേസ്. കാരണം ഈ വന്ന പണമാണ് പിന്നെ കള്ളപ്പണമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ EDയുടെ കേസും തള്ളിപ്പോകുമെന്ന് ഉറപ്പാണ്. ഇനി കേസിന്റെ പശ്ചാത്തലം കൂടെ ഒന്ന് നോക്കണം. അതിതാണ്, 2021 ഫെബ്രുവരിയിൽ എക്സൈസ് മന്ത്രി മനീഷ് സിസോദിയും ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിനും മദ്യനയം പരിശോധിക്കാനുള്ള നടപടികൾ തുടങ്ങി. 17 നവംബർ 21 ദില്ലിയിലെ മദ്യവിൽപ്പനയുടെ മൊത്ത വ്യാപാരം സ്വകാര്യ മേഖലയ്ക്ക് നൽകാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് ദില്ലിയെ 32 സോണുകളാക്കി തിരിച്ച് ഓരോ സോണിലും 27 മദ്യ ഷോപ്പുകൾ എന്ന നിലയിൽ അതിന് പ്രവർത്തനാനുമതി കൊടുക്കുന്നു. 2022 ജൂലൈ 8 ഈ മദ്യനയത്തിന് പിന്നിൽ നടന്ന അഴിമതികളെ കുറിച്ചുള്ള ആദ്യ വാർത്ത വരുന്നു. അത് ദില്ലി ചീഫ് സെക്രട്ടറി നരേഷ് കുമാർ, ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്കും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും സമർപ്പിച്ച റിപ്പോർട്ടാണ്. മദ്യനയത്തിൽ മനീഷ് സിസോദിയ കാതലായ മാറ്റങ്ങൾ വരുത്തിയെന്നും അത് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വാങ്ങാതെയുമെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിയമവിരുദ്ധമായി 144.36 കോടി രൂപ ടെസ്റ്റർ ഫീസിൽ ഇളവ് ചെയ്തു കൊടുത്തു എന്ന് കേസ്. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ ഇളവ് കൊടുത്തത് 2010 ദില്ലി എക്സൈസ് ചട്ടങ്ങളുടെയും 1993 ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് റൂൾസിന്റെയും ലംഘനമാണെന്ന് കണ്ടെത്തി. ഇതുകൂടാതെ വിദേശ മദ്യത്തിന്റെ ലൈസൻസ് ഫീസ് കുറച്ചും ഇറക്കുമതി ചെയ്ത ബിയറിന് മേൽ ഏർപ്പെടുത്തിയിരുന്ന ലെവി വെട്ടിക്കുറച്ചും വൻ നഷ്ടം സംസ്ഥാനത്തിന് വരുത്തി. ഇതാണ് ചീഫ് സെക്രട്ടറി റിപ്പോർട്ടിൽ പറയുന്നത്. 2022 ഓഗസ്റ്റിൽ CBI കേസ് രജിസ്റ്റർ ചെയ്തു. ആ FIRൽ മനീഷ് സിസോദിയുടെ പേരുണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ പേര് ആദ്യത്തെ FIRൽ ഇല്ല. ഓഫീസും വീടുമൊക്കെ റെയ്ഡ് ചെയ്തു. സെപ്റ്റംബർ
2022 ദില്ലി സർക്കാർ പുതിയ മദ്യനയം പിൻവലിച്ചു. ഈ പ്രശ്നങ്ങളെ തുടർന്നിട്ട് പഴയ നയം തന്നെ തുടരാൻ തീരുമാനിച്ചു. എന്നാൽ പുതിയ മദ്യനയം നടപ്പിലാക്കിയിരുന്ന 10 മാസത്തോളം പുതിയ മദ്യനയം നടപ്പിലാക്കിയിരുന്നു. ഈ കാലയളവിൽ സർക്കാരിന് മദ്യത്തിൽ നിന്നുള്ള വരുമാനം 27% വർദ്ധിച്ചു എന്നും ഏകദേശം 8,900 crores രൂപ വരുമാനം വർദ്ധിച്ചുമെന്നുള്ള കണക്കുള്ളപ്പോഴാണ് പുതിയ മദ്യനയം പിൻവലിച്ചത്. ഈ 10 മാസം കൊണ്ട് ഇത്രയും ഗവൺമെന്റിന് അഡീഷണൽ ഇൻകം കിട്ടി എന്നതൊരു വസ്തുതയാണ്. പുതിയ മദ്യനയത്തിന്റെ ഭാഗമായി വീടുകളിൽ മദ്യം നേരിട്ടെത്തിക്കുക, മദ്യഷോപ്പുകൾ രാവിലെ 3 മണി വരെ തുറക്കുക തുടങ്ങിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. 2023 ഫെബ്രുവരിയിൽ CBI മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നു. അടുത്ത മാസം തിഹാർ ജയിലിലായിരുന്ന സിസോദിയെ ED അറസ്റ്റ് ചെയ്യുന്നു. 2024 മാർച്ചിന് നമ്മുടെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. 2024 ആഗസ്റ്റിന് 17 മാസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിക്ക് ശേഷം സിസോദിയക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. 2024 ഓഗസ്റ്റിന്. 2024 സെപ്റ്റംബറിൽ സുപ്രീം കോടതി കെജ്രിവാളിന്റെ CBI ഉള്ള കേസിലും ED കേസിലും ജാമ്യം അനുവദിച്ചു. ഇപ്പൊ 2026 ഫെബ്രുവരി 27 കോടതി CBI കേസ് തള്ളിക്കളഞ്ഞു. ഇതിനിടയ്ക്ക് ഭാരത് രാഷ്ട്ര സമിതി BRSന്റെ നേതാവ് കവിതയെ അവരുടെ ഹൈദരാബാദിലെ വീട്ടിൽ നിന്ന് ED അറസ്റ്റ് ചെയ്തു. കാരണം ഈ ദില്ലിയിലെ ലിക്കർ പോളിസി മാറ്റിയതിന്റെ പിന്നിൽ ഒരു സതേൺ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് റിപ്പോർട്ടുകളിൽ പറഞ്ഞത്. അതായത് കവിതയ്ക്കും അവരുടെ പാർട്ടിക്കും പങ്കുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് ഏറെക്കുറെ 100 കോടി രൂപ അവരിൽ നിന്ന് ഈ മനീഷ് സിസോദിയയ്ക്കും അരവിന്ദ് കെജ്രിവാളിനും കിട്ടിയിട്ടുണ്ട് എന്നതാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു കാരണം. ഇനി കോടതി കേസ് തള്ളിയത് ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നു. നമ്മൾ നോക്കണം, 2011 ലോക്പാൽ സമരത്തിലൂടെ വളർന്നു വന്നതാണ് കെജ്രിവാൾ. അന്നാ ഹസാരെ നേതൃത്വം കൊടുത്ത ഈ സമരം അഴിമതിക്കെതിരെയായിരുന്നു. അതിനുള്ള പരിഹാരമായി പറഞ്ഞത് ലോക്പാൽ ഇൻഡിപെൻഡന്റ് ഓംബുഡ്സ്മാനെ സ്ഥാപിക്കുക എന്നതായിരുന്നു. നിലവിലെ നിയമങ്ങൾ, അഴിമതി തടയാനുള്ള നിലവിലെ നിയമങ്ങൾ അപര്യാപ്തമായതുകൊണ്ടല്ല രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അഴിമതി എന്ന് അറിയാതിരിക്കാൻ മാത്രം ശുദ്ധനാണോ അണ്ണാ ഹസാരെ അന്ന് സമരം നടത്തുമ്പോൾ? നിയമങ്ങളില്ലാത്തതുകൊണ്ടല്ല, ഒരു പുതിയ നിയമം വന്നതുകൊണ്ട് എന്തെങ്കിലും വരുന്നുള്ളതുകൊണ്ടല്ല. ബേസിക് ചില ഇഷ്യൂസ് ആയിരുന്നു അഡ്രസ് ചെയ്യേണ്ടത്. അതിന് പകരം വളരെ ഡ്രമാറ്റിക് ആയിരുന്നു ആ സമരങ്ങളൊക്കെ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് അത് നമ്മുടെ മൻമോഹൻ സിംഗിന്റെ സമയത്താണ്. മൻമോഹൻ സിംഗ് ഒരു നല്ലൊരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു, ബട്ട് ഹി വാസ് നെവർ എ ഗുഡ് പൊളിറ്റീഷ്യൻ. കാരണം ജനങ്ങളുമായിട്ട് അയാൾക്ക് കോണ്ടാക്ട് ഇല്ല. ജനങ്ങളുടെ ഇടയിൽ നിന്ന് വളർന്നു വന്ന നേതാവായിരുന്നെങ്കിൽ ആ സമരം 2 നിർത്തിയേനെ. 2 കഴിഞ്ഞ 10ലേറെ വർഷമായി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അഴിമതികളെ കുറിച്ച് അണ്ണാ ഹസാരെ കഴിഞ്ഞ ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. 2013 ലോക്പാലും ലോകായുക്തയും നിലവിൽ വന്നിട്ടും അഴിമതിക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു. UPA ഗവൺമെന്റ് സമയത്ത് ഈ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിനെ തുടർന്നുണ്ടായ പബ്ലിക് ഔട്ട്ക്രൈയെ അതിന്റെ ഭാഗമായിട്ട് ഈ ലോക്പാലും ലോകായുക്തയും നിലവിൽ വന്നു. എന്നിട്ട് 2013 ശേഷം ഇന്ത്യയിൽ അഴിമതി നടക്കുന്നില്ലേ? അപ്പൊ ഈ ലോക്പാൽ വരാത്തതുകൊണ്ടല്ല അഴിമതി തടയാനത്, മറിച്ച് അതൊരു ഒരു മാസ്കോട്ട് പോലെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, ചില പ്രതീകങ്ങൾ പോലെ. സമരത്തിന്റെ ഉദ്ദേശം വേറെയായിരുന്നു. വാസ്തവത്തിൽ അന്ന് അരങ്ങേറിയ സമരത്തിന്റെ പിന്നിൽ RSSന്റെ ചിട്ടയായ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്ന് അന്ന് തന്നെ പലരും റിപ്പോർട്ട് ചെയ്തിരുന്നു. RSSന്റെ ചട്ടുകമായിരുന്നു അണ്ണാ ഹസാരെ. UPA ഭരണം അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്നു എന്ന ധാരണ പരത്താൻ ആ സമരത്തിന് ശരിക്കും കഴിഞ്ഞു. കാരണം UPAക്ക് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അത് ടാക്കിൾ ചെയ്യാനും കഴിഞ്ഞില്ല. ഭംഗിയായിട്ട് പൊളിറ്റിക്കലിയോ ഒന്നും ടാക്കിൾ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ അഴിമതിക്കെതിരെ സമരം ചെയ്ത കെജ്രിവാളും മനീഷ് സിസോദിയും ഒക്കെ അഴിമതി ആരോപണത്തെ തുടർന്ന് ജയിലിലായി എന്നത് ആണ് ചരിത്രത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. ഇനി കെജ്രിവാളിനെ കുറിച്ച് അല്പം. അണ്ണാ ഹസാരെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിന് എതിരായിരുന്നു. അണ്ണാ ഹസാരെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണ്ട എന്നുള്ളതായിരുന്നു പുള്ളിയുടെ സ്റ്റാൻഡ്. കാരണം ഇപ്പോൾ തന്നെ BJP ഉണ്ടല്ലോ, അതായിരുന്നു പുള്ളിയുടെ അഭിപ്രായം. എന്നാൽ അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്താൻ വേണ്ടി കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കി 2012 നവംബർ 26. അതിന്റെ നേതൃനിരയിൽ പതിവ് രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തരായ പല മുഖങ്ങളെ നമ്മൾ കണ്ടു. പത്രപ്രവർത്തകരായ മനീഷ് സിസോദിയ, സിഫോളജിസ്റ്റായ യോഗേന്ദ്ര യാദവ്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPSകാരിയായ കിരൺ ബേദി, അഡ്വക്കേറ്റായ പ്രശാന്ത് ഭൂഷൺ,
കൂടാതെ IRS വിട്ടിട്ട്, റവന്യൂ സർവീസ് വിട്ടിട്ട് NGO പ്രവർത്തനം നടത്തി വന്നിരുന്ന അരവിന്ദ് കെജ്രിവാൾ. എല്ലാം നമുക്ക് സാധാരണ രാഷ്ട്രീയക്കാരൻ്റെ മുഖങ്ങളെയല്ല. ദേ വെർ ഓൾ ഹൈലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. അവരവരുടെ മേഖലകൾ വളരെ ടോപ്പായി നിന്ന മനുഷ്യർ. അവരൊരു പൊളിറ്റിക്കൽ ചേഞ്ച് ഇന്ത്യയിൽ ആവശ്യമാണെന്ന രീതിയിൽ അവർ വരുമ്പോൾ വല്ലാത്തൊരു സ്വീകാര്യതയാണ് ആ കളക്റ്റീവ് ലീഡർഷിപ്പ്. ദാറ്റ് ഇസ് എ കളക്റ്റീവ് ലീഡർഷിപ്പ്. അതതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. NGO കൾച്ചർ പോലെ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ്. എല്ലാവരും അവരവരുടെ ഫീൽഡിൽ മിടുക്കരായത് അങ്ങനെ വരുന്നു. ഇനി ദില്ലിയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിതിന്റെ അഴിമതിയെക്കുറിച്ചുള്ള വാർത്തകൾ കൊണ്ട് ദില്ലിയുടെ രാഷ്ട്രീയ അന്തരീക്ഷം ആം ആദ്മി പാർട്ടി നിറച്ച് അവർ ഭംഗിയായിട്ട് അത് മാനേജ് ചെയ്യുന്നത്. പിന്നെ ക്രൗഡ് ഫണ്ടഡ് മോഡലിലൂടെ ഇലക്ട്രൽ ഫണ്ടിങ്ങിലെ നേരിട്ട് ഇലക്ട്രൽ ഫണ്ടിങ് അവരുണ്ടാക്കുന്നു. അല്ലാതെ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് ഹൗസിൽ നിന്നല്ല, ക്രൗഡ് ജനങ്ങളുടെ നിന്ന് പണം പിരിച്ചിട്ടാണ് ഇലക്ട്രൽ ഫണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ജനസമ്പർക്ക പരിപാടികൾ അവർ ഒരുപാട് എടുക്കുന്നു. ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട്, നേതാക്കൾക്ക് എല്ലാം ജനങ്ങളുമായിട്ട് കോൺടാക്ട്. അപ്പോൾ 2013 ദില്ലി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി 70 സീറ്റുള്ളതിൽ 28 സീറ്റ് നേടി. ആ സമയത്ത് 40 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി 8 സീറ്റിലേക്ക് ഒതുക്കാൻ കഴിഞ്ഞു. ഷീല ദീക്ഷിതിനെ ആം ആദ്മി പാർട്ടി തോൽപ്പിച്ചത് കെജ്രിവാൾ. അതോടുകൂടിയാണ് കെജ്രിവാൾ വാസ്തവത്തിൽ ഒരു ജയന്റ് കില്ലർ എന്നുള്ളൊരു ഇമേജ് ഒക്കെ കെജ്രിവാളിന് വരുന്നത്. 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിലെ 70 സീറ്റുകൾ 67 ജയിച്ച് ആം ആദ്മി പാർട്ടി ചരിത്ര വിജയം നേടി. കെജ്രിവാൾ മുഖ്യമന്ത്രിയായി. പക്ഷേ ആ വിജയത്തോടെ തന്നെ ആം ആദ്മി പാർട്ടി ഉള്ളിൽ നിന്ന് അഴുകാനും തുടങ്ങി. സ്ഥാപക നേതാക്കൾ സിസോദിയ ഒഴിച്ച് എല്ലാവരെയും ഒന്നുകിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അല്ലെങ്കിൽ അവർ രാജിവെച്ച് പുറത്തുപോയി. ജനാധിപത്യത്തിന്റെ ഏറ്റവും പുതിയ മുഖം ഇത്ര പെട്ടെന്ന് എന്തേ കരുവാളിച്ചെന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അന്ന് അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ആം ആദ്മി പാർട്ടി എന്നാൽ അരവിന്ദ് കെജ്രിവാൾ എന്നായി മാറാൻ ഏറെ നാളെടുത്തില്ല. മാത്രമല്ല പയ്യെ കെജ്രിവാളിന്റെ ഭാര്യ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നു. അതായത് ഒരു ഭരണാധികാരിയുടെ ഭാര്യ, മകൻ ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന നമ്മൾ സ്ഥിര പരിചയമായ രീതിയിൽ കൂടെ ആ ട്രാക്കിൽ കൂടെ അത് പോയി തുടങ്ങുന്നു. ഇതിൽ ഏറ്റവും തമാശയുള്ളത് പുള്ളിയുടെ ലാളിത്യമായിരുന്നു. പുള്ളി മുഖ്യമന്ത്രി ആയിരുന്നപ്പം വാഗൺ ആർ കാറിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഭയങ്കര ന്യൂസ് ആയിരുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി വാഗൺ ആർ കാറിൽ വരുന്നു. വേണ്ട, എൻ്റെ ഇതൊന്നും വേണ്ട, വാഗൺ ആർ കാറിൽ എസ്കോർട്ട് ഒന്നും ഇല്ലാതെ ചീഫ് മിനിസ്റ്റർ വരുന്നു. പക്ഷേ അങ്ങനെ വാഗൺ ആർ കാറിൽ വന്നുകൊണ്ടിരുന്ന കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കുന്നതിന് മാത്രമായി 80 കോടി രൂപയോളം മുടക്കിയെന്ന് വാർത്ത വന്നു. അത് രാജ്യം കോവിഡിന്റെ പിടിയിലായിരുന്ന സമയത്തായിരുന്നു ഈ ദൂർത്ത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിൽ ഈ റെനോവേഷൻ വളരെ ഏറെ ചെലവ് കൂടിയതാണെന്നും കണക്കുകൾക്ക് സുതാര്യതയില്ല എന്നും ഓഡിറ്റിങ്ങിന്റെ സമയത്ത് ദില്ലി സർക്കാരിൽ നിന്ന് വേണ്ട സഹായം കിട്ടിയില്ല എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ CBI എടുത്ത് ഈ കേസ് തള്ളിക്കളഞ്ഞത് കെജ്രിവാളിന് ആശ്വാസമാണ്. കെജ്രിവാൾ ഇങ്ങനെ ദുഃഖം കൊണ്ടോ സന്തോഷം കൊണ്ടോ ഒക്കെ പൊട്ടിക്കരയുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കാണുന്ന വേറെ രീതിയിലാണ്. കെജ്രിവാൾ എന്ന പ്രതീക്ഷയുടെ വെളിച്ചം അയാൾ തന്നെ എന്നേ ഊതിക്കെടുത്തിയിരുന്നു. ഇന്ന് അയാൾ one among the many politicians, dirty politicians in India. That's all.